വിദേശ രാജ്യത്ത് പോയിട്ട് പാത്രം കഴുകാനാണോ ഈ പഠിച്ചിട്ടുള്ളത്? എൻ്റെ മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അവളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ ചെയ്യണം. അപ്പോൾ ചെറുപ്പം മുതൽ എല്ലാ തൊഴിലിനെയും മാനിക്കാനും അധ്വാനിക്ക് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ള ഒരു മെസ്സേജ് ചെറുപ്പം മുതൽ ഇവരുടെ കൾച്ചറിലുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഇന്ന് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡാണ്. അഥവാ സ്കാൻഡിനേവിയൻ ആൻഡ് നോർഡിക് രാജ്യങ്ങൾ എന്ന് പറയാം. നോർഡിക്കിൽ പെടുന്നതാണ് ഫിൻലാൻഡ്. അപ്പോൾ ഈ ഒരു എക്കണോമിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരു 10 വർഷമോ 20 വർഷമോ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു എക്കണോമിയാണ് ഫിൻലാൻഡിൻ്റെ. ഫിൻലാൻഡ് എന്ന് മാത്രമല്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും. അപ്പോൾ ഈ മാറ്റങ്ങളെ ഏറ്റവും ഭംഗിയായി നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഒപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് നവമിയാണ്. നവമിയുടെ 15 വർഷത്തോളമായിട്ട് ഫിൻലാൻഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സോ വെൽക്കം നവമി ടു ഷോ. സോ 15 വർഷമായി ഈ ഒരു നാട്ടിൽ എത്തിയിട്ട് ഫിൻലാൻഡിനെ പറ്റി എങ്ങനെ നോക്കിക്കാണുന്നു? ശരിയാണ്, 15 വർഷമായി. എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന സമയത്തൊക്കെ ഇവിടെ വിദേശികൾ പൊതുവെ കുറവായിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ നമ്മൾ പുറത്തോടെ പോകുമ്പോൾ ഒരു ഇന്ത്യൻസിനെ കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷയായിരുന്നു, അവിടെ ഒരു ഇന്ത്യൻ ഉണ്ട്, നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എവിടെ ചെന്നാലും ഏത് മോളിൽ ചെന്നാലോ ഒക്കെ നമുക്കൊരു ഇന്ത്യനെ കാണുന്ന ഒരു സ്വാഭാവിക കാഴ്ച തന്നെ. അതെനിക്ക് വേണം മലയാളികളും കൂടുതലുണ്ടായിരിക്കും അല്ലേ? മലയാളികളെ എക്സ്പ്ലോർ ചെയ്യാത്ത നാടുണ്ടോ? എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻസ് നന്നായിട്ടുണ്ട്. മലയാളികൾ മാത്രമല്ല, തെലുങ്കരും തമിഴരും ഒക്കെ ധാരാളമുണ്ട്. ഈവൻ നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. ഈ ഒരു ഹാപ്പിനെസ് രാജ്യമാണല്ലോ, ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണ്. ശരിക്കും അതിൽ ഇവിടെ ജീവിക്കുന്ന ഒരാൾ നിലയ്ക്ക് അത്രയും ഹാപ്പിനെസ് ഉണ്ടോ ഇവിടെ ജീവിക്കുന്നതിൽ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ലാത്ത ഭരണം, ഇപ്പോൾ സ്ത്രീ പുരുഷ സമത്വം, അതുപോലെ സമൂഹത്തിലെ സമാധാനം, പ്രതീക്ഷിത ആയുർദൈർഘ്യം, അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് വെച്ചാണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് തീരുമാനിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഫിൻലൻഡ് ഹാപ്പിയസ്റ്റ് കൺട്രി തന്നെയാണ് ആ പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ. പക്ഷേ ഇവിടുത്തെ ആളുകൾ ശരിക്കും ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മുഖത്തേക്ക് നോക്കിയാൽ വലിയ വികാരം ഇല്ലാത്ത ആൾക്കാരാണ് ഇവർ. കുറച്ച് റിസർവ്ഡ് ആണ് ആൾക്കാരെന്ന് തോന്നുന്നു. അവർ അധികം ചിരിക്കാറുമില്ല, അധികം കരയാറുമില്ല. എപ്പോഴും ഒരു നോർമൽ ഫേസ് എക്സ്പ്രഷനാണ് ഇവർക്കുള്ളത്. അങ്ങനെയാണെങ്കിലും മതി, നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നാലും മതി, കുഴപ്പമില്ല അല്ലേ? അതെ അതെ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരിലേക്ക് നോക്കാതെ ഇരുന്ന് അവർ അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ. പൊതുവെ കോമ്പറ്റീഷൻ ഇല്ലാത്തവർ, പിന്നെ പ്രകൃതിയായിട്ട് കൂടുതൽ അടുത്തിണങ്ങി ജീവിക്കുന്നവർ, പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാണ് ഇവർ. ഭയങ്കര 100% സത്യസന്ധരാണ് ഇവർ. എനിക്ക് വേറൊരു ആസ്പെക്ട് എനിക്ക് നാട്ടിൽ വിദേശ വിദ്യാഭ്യാസത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അവിടെ പോയിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് പാത്രം കഴുകാനാണോ ഈ പഠിച്ചിട്ടുള്ളത്? വലിയ ഫാമിലി ജനിച്ച ആൾക്കാർ എന്തിനാ ഈ പണിക്ക് പോകുന്നത്, നാട്ടിൽ നിന്നാൽ പോരെ എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ഫിന്നിഷ് ആളുകൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്കൂൾ തലത്തിൽ തന്നെ നമ്മളൊരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോബ് ഓറിയൻറ്റഡ് ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ? അതിനെ പറ്റി ഒന്ന് കൂടുതൽ പറയാമോ? അതായത് നമ്മുടെ തൊഴിലിനോടുള്ള ഒരു സമീപനമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലിനെയും ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അവളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ ചെയ്യണം. അവരിപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ചെറിയ സംരംഭം ഇവർ 3 കുട്ടികൾ കൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുപ്പം മുതൽ ആ എല്ലാ തൊഴിലിനെയും മാനിക്കാനും അധ്വാനിക്ക് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ള ഒരു മെസ്സേജ് ചെറുപ്പം മുതൽ ഇവരുടെ കൾച്ചറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർ എന്തായാലും പാർട്ട് ടൈം ജോബ് അവർ കണ്ടെത്തിയിരിക്കും. അത് ഇന്ന തൊഴിൽ വേണമെന്നോ വൈറ്റ് കോളർ ജോബ് വേണമെന്നോ അങ്ങനെ നമ്മളുടേതായ ഒരു കാഴ്ചപ്പാടല്ല. സ്വന്തമായിട്ട് ഏൺ ചെയ്യാതിരിക്കുക എന്നത് ഒരു കുറവായിട്ടാണ് അവർ കാണുന്നത് അർത്ഥം. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, അയ്യോ ഞാനിങ്ങനെ അന്യരാജ്യത്ത് പോയപ്പോൾ കണ്ടു ആ കുട്ടിക്ക് 20 വയസ്സായി, സ്റ്റിൽ പേരൻസിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്, പേരൻസിൻ്റെ ചിലവിലാണ് അവർ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത് അല്ലേ? അങ്ങനെ ജീവിക്കുന്നതാണ് പ്രശ്നം. അത് അങ്ങനെ ജീവിക്കുന്നതാണ് പ്രശ്നം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അവർ വലിയ പണം സമ്പാദിക്കണം എന്നൊന്നുമില്ല, അവർക്ക് അവരുടെ അധ്വാനത്തിൽ ജീവിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ശരിക്കും അതൊരു നല്ലൊരു കാഴ്ചപ്പാട് തന്നെയല്ലേ? ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ലാത്ത മറ്റൊരു ബാക്കിയുള്ള കാര്യങ്ങളിലൊട്ടും അങ്ങനെ തിരക്കാനായിട്ടുള്ള ഒരു ആവേശമൊന്നും ഇവിടുത്തെ കാണിക്കാറില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും അത് പൊതുവെ ജനസംഖ്യ ഇല്ലാത്തതിൻ്റെ ഒരു ലക്ഷണം തന്നെ. നമ്മുടെ നാട്ടിൽ ജനസംഖ്യ കൂടുതലാണ്, സ്വാഭാവികമായിട്ട് നമ്മുടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഈ 5.5 മില്യൺ ആളുകളുടെ ഇടയിൽ ചെറുപ്പം മുതൽ തന്നെ ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾ നമുക്ക് അടുത്ത കുട്ടിയുടെ മാർക്ക് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കുട്ടിയോട് ചോദിച്ചാൽ അടുത്തയാളുടെ അറിയാൻ പറ്റില്ല. കാരണം ആ കുട്ടിയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. മാർക്ക് സ്വന്തമായിട്ട് എനിക്ക് പേഴ്സണലായിട്ടാണ് കൊടുക്കുന്നത് തോന്നുന്നു, അല്ലാണ്ട് വിളിച്ചു പറഞ്ഞിട്ട് കൊടുക്കില്ല നമ്മുടെ നാട്ടിലെ പോലെ അല്ലേ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ അതാണല്ലോ നമ്മളോട് തന്നെയാണല്ലോ കോമ്പീറ്റ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണല്ലോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ആ ഒരു ഫാക്ട് ഇവിടുത്തെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇവിടുത്തെ ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്, പല സെഗ്മെൻറ്റുകളും വളരെ ബൂമിംഗ് ആണ്. ഇപ്പോൾ IT ഇൻഡസ്ട്രി എവിടെ നോക്കിയാലും ജോലി കിട്ടുക എളുപ്പമാണ്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാരെ ഭൂരിഭാഗവും IT തന്നെയാണോ? അതല്ലാത്ത സെക്ടറിലുള്ള ആൾക്കാരുടെ ഒഴുക്കുണ്ടോ? അവർക്കൊരു സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
ശരിക്കും പറഞ്ഞാൽ ഐ ടിക്കാണ് ഇവിടെയും കൂടുതൽ സാധ്യത. കാരണം കൂടുതൽ ഇംഗ്ലീഷിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ഐ ടി ഫീൽഡ് തന്നെയാണ്. ഇവിടെയുള്ള എനിക്ക് തോന്നുന്നു ഒരു 75% വിദേശികളും എനിക്ക് തോന്നുന്നു ഐ ടിയിൽ തന്നെ ജോലി ചെയ്യുന്നത്. നവമി ഇങ്ങനെ എത്തിയത് വർക്ക് വിസയിൽ തന്നെയാണ് ഇവിടെ എത്തിയതെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഞാനും ഐ ടി മേഖലയിൽ തന്നെ എത്തിയതാണ്. ഹസ്ബൻഡാണ് ആദ്യം എത്തിയത് വർക്ക് വിസയിൽ. ആദ്യം ഷാജഹാനാണ് വന്നത്, പിന്നെയാണ് ഞാൻ വന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഇവിടുത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഫിന്നിഷ് ഭാഷ നിർബന്ധമാണ്. എല്ലായിടത്തും യൂറോപ്പിൽ എനിക്ക് തോന്നുന്നു എല്ലാ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർ, നഴ്സുമാർ എല്ലായിടത്തും അതൊരു നിർബന്ധം തന്നെ തോന്നുന്നു അല്ലേ? അപ്പോൾ ആ മേഖലയിൽ എത്തണമെങ്കിൽ ഭാഷ ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ അത് പഠിച്ച് എലിജിബിൾ ആകാത്തവരെ ഇവിടുത്തെ പൊതുമേഖലയിലൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഐ ടി ആകുമ്പം മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്, നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതായിരിക്കാം അതിൻ്റെ പ്രധാന കാരണം. ശരി, ഇതിൽ എനിക്ക് തോന്നുന്ന ഫിന്നിഷ് ഭാഷ എന്നുള്ളത് അറിയേണ്ട പോലെ തന്നെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നമുക്കറിയാം അതാത് യൂറോപ്യൻ ലാംഗ്വേജുകളുണ്ട്. ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന മെഡിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ അപ്പോഴും ആ മെഡിക്കൽ പ്രോഗ്രാംസ് പഠിക്കുന്ന കാലയളവിൽ നമ്മൾ ആ ഭാഷ, ലോക്കൽ ലാംഗ്വേജ് പഠിക്കാൻ നിർബന്ധമാണ്. എനിക്ക് തോന്നുന്നു ജോർജിയയിലൊക്കെ ആ കുട്ടികൾ പോകുന്ന ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഭാഷ അറിയണമെന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്. അത് എനിക്ക് വേണം അതൊരു ഹേർഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചറിനോട് നമ്മൾ ഇഴുകി ചേരേണ്ട ഒരു ഭാഗമല്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്നും മലയാളവും ഇംഗ്ലീഷും മാത്രം പറയുന്ന ആൾക്കാരെ മാറില്ലേ? അത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ പേഴ്സണലി നവമിയെ പറ്റി പറയുകയാണെങ്കിൽ നവമി ഇവിടുത്തെ സിറ്റിസൺ ആണ് അല്ലേ? നവമി ഇവിടുത്തെ ഭാഷ പഠിച്ചു അല്ലേ? അങ്ങനെയല്ലേ ശരിക്കും ചെയ്യേണ്ടത് ഒരാൾ? അതെ, ഇപ്പം നമ്മൾ ഭാഷയിലൂടെയാണ് നമ്മൾ ആ സംസ്കാരവുമായിട്ട് നമ്മൾ ഇഴുകി ചേരുന്നത് അല്ലേ? അവിടെ ഒരു ഭാഷ വഴിയാണ് നമ്മൾ കൂടുതലായിട്ട് ആ സമൂഹത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ ബംഗാളിൽ നിന്ന് ആൾക്കാർ ജോലിക്ക് വരുമ്പോൾ ബംഗാളിൽ നിന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. അതൊരു മറ്റൊരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ അല്ലേ? അത് അത്രയ്ക്കൊന്നും ഒരു ഡിസ്ക്രിമിനേഷൻ ഏതെങ്കിലും ഒരു രാജ്യം, യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലേ എൻ്റെ രാജ്യം, എൻ്റെ ഭാഷ. അത് നമ്മുടെ മനുഷ്യരിലെല്ലാം ഉള്ളൊരു വികാരമാണ്. അത് എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു വികാരമാണ്. അപ്പോൾ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും നമ്മുടെ ആളുകൾ ഏതളവിൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അല്ലേ? അതെ, അത് എത്രമാത്രം നമ്മളത് സമൂഹത്തിലേക്ക് അത് മറ്റുള്ളവർക്ക് അത് വിലങ്ങതടിയാകുന്നു, എൻ്റെ ആ ഒരു വികാരം കാരണം അത് മറ്റുള്ളവരെ എത്ര അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഫിന്നിഷ് ഭാഷ, ഇപ്പോൾ എൻ്റെ കുട്ടികളെ ഞാൻ ഫിന്നിഷ് ഭാഷ സ്കൂളിലാണ് വിട്ടേക്കുന്നത്. അവരിവിടെ ജനിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും കൂടുതൽ ഹയർ സ്റ്റഡീസ് ഇവിടെ ഫിന്നിഷ് ഭാഷയിലാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷ അവർ പഠിക്കുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷനിൽ എത്തിയത്. പിന്നെ കോമൺ മാനുമായിട്ട് ഇടപഴകണമെങ്കിൽ ഫിന്നിഷ് സ്വീഡിഷും ആകട്ടെ. ഒരു ഭാഷ പഠിക്കുന്നതിന് അത് വലിയൊരു ചാലഞ്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു 2, 3, 4 വർഷം കൊണ്ട് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ സെറ്റ് അല്ലേ ഒരു ഭാഷ? ഇപ്പം നമ്മൾ പല രാജ്യങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പല ഭാഷകളുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ബോംബെയിലേക്കും അല്ലെങ്കിൽ പണ്ട് ശ്രീലങ്കയിലേക്കും ഒക്കെ ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ അത്രയും എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻ തലമുറ എന്ന് എനിക്ക് തോന്നുന്നു. അവരും ആ ഭാഷ പഠിച്ച് അവിടെ ജീവിച്ച് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത പോലെ തന്നെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ കണ്ടാൽ പോരെ ശരിക്കും? എന്താണ് നവമിയുടെ ഒരു അഭിപ്രായം? ഈ ഫിന്നിഷ് ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത് ഒരു ഫിന്നോ ഉഗ്രിക് ഫാമിലിയിൽപ്പെട്ട ഒരു ഭാഷയാണ്. മറ്റ് യൂറോപ്യൻ ലാംഗ്വേജുകളെല്ലാം വേറെ ഇൻഡോ യൂറോപ്പ് ഫാമിലിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഫിന്നിഷ് എസ്റ്റോണിയൻ, ഹംഗേറിയൻ ലാംഗ്വേജസ് എല്ലാം ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അത് വളരെ പാടുള്ള ഒരു ലാംഗ്വേജാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 15 വർഷമായി. ഞാൻ ഫിന്നിഷ് ഭാഷ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ഭയമാണ്. ഫിന്നിഷ് ഭാഷ അറിയാമെന്ന് പറയുമ്പോൾ അവരങ്ങ് ഒഴുകി സംസാരിച്ചു തുടങ്ങും. അപ്പം എനിക്ക് ആ ഒരു ഫ്രീഡത്തോടെ ചിലപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ല. കാരണം സംസാര ഭാഷയും എഴുത്ത് ഭാഷയും എല്ലാം കുറച്ച് വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് എഴുത്ത് ഭാഷയാണ്. നമ്മുടെ മലയാളത്തിലും ഇല്ലേ നമ്മൾ സ്ലാങ്ങുകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പലപ്പോഴും ഫോളോ ചെയ്യാം. അതുകൊണ്ട് ഞാനൊരു സേഫസ്റ്റ് സൈഡിൽ എപ്പോഴും ഞാൻ പുഹത്കോ ഇംഗ്ലാന്തിയ, താങ്കൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ആ ഫിന്നിഷ് ഭാഷയാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെയുള്ള റിയൽ ആയിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ എപ്പോഴും യു ക്യാൻ ഫ്ലൈയിലൂടെ എത്തിക്കുന്നത്. ഒരു എക്കണോമിയുടെ പല തലങ്ങളിൽ നിന്ന് വീക്ഷിക്കുക. അതൊരു കുട്ടികളുടെ പെർസ്പെക്റ്റീവ്, അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ, അങ്ങനെയുള്ള വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ ഒരു അഭിപ്രായങ്ങളാണ് നമ്മൾ ഓരോ രാജ്യത്തും പിക്ക് ചെയ്യാറുള്ളത്. എന്തായാലും നവമിയുടെ അടുത്ത് നിന്ന് ഒരുപാട് നല്ല ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 15 വർഷം ജീവിച്ച ശേഷം ഈ എക്കണോമിയെ എങ്ങനെ നോക്കി കാണുമെന്നാണ് നവമി നമുക്ക് പറഞ്ഞത്. സോ താങ്ക് യു സോ മച്ച് നവമി ഫോർ ജോയിനിങ് ദ ഷോ.